തെക്കൻ കേരളത്തിലെ വാർത്തകളുമായാണ് സലീം മാലിക് ചേരുന്നത്. സലീം, തിരുവനന്തപുരത്ത് ഇന്ന് ഒരു പിടി യോഗങ്ങളുണ്ടല്ലോ. നിർണായക മന്ത്രിസഭാ യോഗമുണ്ട്, PM ശ്രീയിൽ UDFന്റെ വിദ്യാഭ്യാസ ബന്ധുണ്ട്, നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യോഗമുണ്ട്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് ഇന്ന് വലിയ വാർത്താ ദിനമാണ്. അത് ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ യോഗങ്ങളാണ് പ്രധാനമായും ഉള്ളത്. അത് മന്ത്രിസഭാ യോഗമുണ്ട്, PM ശ്രീ വിവാദം നിൽക്കുന്നതിനിടെയുള്ള മന്ത്രിസഭാ യോഗമാണ്. ഒപ്പം തന്നെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട യോഗമുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SIR നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട യോഗമുണ്ട്. തിരുവനന്തപുരത്തെ വാർത്താ ദിനത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടി തന്നെ തുടങ്ങി എന്ന് പറയാം. കാരണം ഇന്ന് 6 മണിയോടുകൂടി എല്ലാ മറ്റു പരിപാടികളും, മണ്ഡലത്തിലെ എല്ലാ പരിപാടികളും റദ്ദാക്കി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരത്തേക്ക് എത്തിയിരുന്നു. തിരുവനന്തപുരത്തേക്ക് എത്തി അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയെങ്കിലും അദ്ദേഹം പ്രതികരിച്ചില്ല. ഈ PM ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ട് CPI അനുനയിപ്പിക്കാനാണ് തിടുക്കപ്പെട്ട് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിയത്. നിലവിൽ ഇന്ന് മന്ത്രിസഭാ യോഗം സാധാരണഗതിയിൽ രാവിലെയാണ് നടക്കുന്നത്. ഇന്ന് അത് വൈകുന്നേരത്തേക്ക് മാറ്റിവെച്ചത് തന്നെ CPI അനുനയിപ്പിച്ച ആ യോഗത്തിൽ അവരെ കൂടി പങ്കെടുപ്പിക്കാൻ കഴിയുമോ എന്ന ആലോചനയിലാണ്. അങ്ങനെ തിടുക്കപ്പെട്ട അനുനയ ശ്രമങ്ങൾ ഉണ്ടാകും. നിലവിൽ ഈ വലിയ വലിയ കൂടിക്കാഴ്ചകൾക്ക് കൂടി സാധ്യതയുണ്ട്. പക്ഷേ CPI വഴങ്ങുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ധാരണാപത്രം റദ്ദാക്കുക എന്നുള്ളതാണ് CPIയുടെ ആവശ്യം PM ശ്രീയുമായി ബന്ധപ്പെട്ട്. പക്ഷേ അതിൽ CPMന് അഭിപ്രായമില്ല. ധാരണാപത്രം റദ്ദാക്കാതെ മറ്റ് ചില മാനദണ്ഡങ്ങൾ അംഗീകരിക്കാം എന്നുള്ളതാണ് CPM മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. അത് CPI അംഗീകരിച്ചില്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തന്നെയാണ് സാധ്യത. നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ വരെയും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് CPI മന്ത്രിമാരോട് പാർട്ടി അറിയിച്ചിരിക്കുന്നത്. അതേസമയം എല്ലാ മന്ത്രിമാരും തിരുവനന്തപുരത്ത് ഉണ്ടാകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നിലയിൽ ഒരു സമവായത്തിലേക്ക് എത്തിയാൽ മന്ത്രിസഭാ യോഗത്തിലേക്ക് പങ്കെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഏറ്റവും അധികം ആകാംക്ഷയോടുകൂടി ഇന്ന് കാത്തിരിക്കുന്നത് മന്ത്രിസഭാ യോഗമാണ്. അതിൽ CPI മന്ത്രിമാർ പങ്കെടുക്കുമോ എന്നാണ്. അതിന് മുൻപ് തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരാനുള്ള സാധ്യതയുമുണ്ട് ഇതിൽ കൂടുതൽ തീരുമാനങ്ങൾക്കായി. അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട യോഗം ഈ സംസ്ഥാനത്തെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മില്ലുടമകളുമായി ഉള്ള ഒരു യോഗമാണ്. കൃഷിവകുപ്പും ഭക്ഷ്യവകുപ്പും സംയുക്തമായി വിളിച്ച യോഗമാണ്. അതിനും രാഷ്ട്രീയ പ്രാധാന്യം കൂടുതലായി കൈവരുന്നത്. ഇന്നലെ കൊച്ചിയിൽ വെച്ച് സമാനമായ യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ചിരുന്നെങ്കിൽ പോലും മില്ലുടമകളെ വിളിക്കാതെ ഉദ്യോഗസ്ഥരെ മാത്രം വിളിച്ചതിന് മുഖ്യമന്ത്രി ആ യോഗത്തിൽ നിന്നും പിണങ്ങിപ്പോയിരുന്നു. അതിന് പിന്നാലെയാണ് മില്ലുടമകളെ കൂടി പങ്കെടുപ്പിച്ചതിന് ശേഷമേ യോഗം നടത്താവൂ എന്ന നിർദ്ദേശം നൽകിയത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് തിരുവനന്തപുരത്ത് ആ യോഗം ചേരുന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെയാണ് യോഗം ചേരുന്നത്. വീണ്ടും നെല്ല് സംഭരിക്കാനുള്ള സമയമായതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് മില്ലുടമകളുടെ യോഗം ചേരുന്നത്. ആ യോഗത്തിൽ തന്നെ ഈ സംഭരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സമയങ്ങളിൽ സംഭരിച്ച നെല്ലിന്റെ പണം ഇതുവരെ നൽകിയിട്ടില്ല എന്ന ആശങ്ക മില്ലുടമകൾ ഉന്നയിക്കും. അതിലും ഒപ്പം തന്നെ ഈ കിഴിവുൾപ്പെടെയുള്ള ആവശ്യങ്ങളും മില്ലുടമകൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ പരിഗണിക്കുമോ, അതിൽ എന്താണ് തീരുമാനം എന്നതൊക്കെയാണ് ഇന്നത്തെ ഈ മില്ലുടമകളുടെ യോഗവുമായി ബന്ധപ്പെട്ട പ്രധാനമായും വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട യോഗം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു യോഗമാണ്. ആ യോഗത്തിൽ നിലവിൽ ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ യോഗം ചേരുന്നത്. അതിൽ നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്നൊരു നിലപാടായിരിക്കും LDFന്റെയും UDFന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. അതേസമയം BJP മാത്രമാകും SIRനെ അനുകൂലിക്കുക എന്നുള്ളതാണ്. അക്കാര്യം ഇതുമായി ബന്ധപ്പെട്ട ഇവരെ വ്യക്തമാക്കുകയും ചെയ്യും. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗവും വിളിച്ചിട്ടുണ്ട്. ആ യോഗവും വളരെ നിർണായകമാണ്. ഒപ്പം തന്നെ ഈ വാർത്തകളിലൊക്കെ തന്നെ ഇന്ന് ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഇന്നത്തെ CPIയുടെ മുഖപത്രമായ ജനയുഗത്തിൽ വന്നിട്ടുണ്ട്. CPMനെതിരെ വന്നിട്ടുണ്ട്. ഈ ഫണ്ടിന്റെ അപര്യാപ്തത പറഞ്ഞ് നിലപാട് പണയം വയ്ക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ UDFന്റെ സംസ്ഥാന വ്യാപക വിദ്യാഭ്യാസ ബന്ദ് അതുമായി ബന്ധപ്പെട്ട ഇന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കുകയാണ്. അതിനു മുൻപ് തന്നെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ കിട്ടിയ മുരാരി ബാബുവിനെ കൂടി ഒപ്പമിരുത്തി ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ക്രിസ്റ്റീന, തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകളാണ് സലീം മാലിക് പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.